പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ എ മാഹി, ഓപ്ഷൻ ബി കച്ച്, ഓപ്ഷൻ സി സെൻട്രൽ ഡൽഹി, ഓപ്ഷൻ ഡി ആലപ്പുഴ. ശരി ഉത്തരമാണ് ഓപ്ഷൻ എ മാഹി. കേരളത്തിലാണെങ്കിലും യൂണിയൻ ടെറിട്ടറിയായ പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയാണ് സെൻട്രൽ ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഗുജറാത്തിലെ കച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, 75 ജില്ലകൾ. ഏറ്റവും കുറവ് ജില്ലകളുള്ള സംസ്ഥാനമാണ് ഗോവ, 2 ജില്ലകൾ. ഒരേ ഒരു ജില്ല മാത്രമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. രണ്ടാമത്തെ ചോദ്യം, അന്തമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നു? എ മദ്രാസ് ഹൈക്കോടതി, ബി കേരള ഹൈക്കോടതി, സി തെലങ്കാന ഹൈക്കോടതി, ഡി കൊൽക്കത്ത ഹൈക്കോടതി. ശരി ഉത്തരമാണ് ഓപ്ഷൻ ഡി കൊൽക്കത്ത ഹൈക്കോടതി. ഇന്ത്യയിലാകെ 25 ഹൈക്കോടതികളുണ്ട്. ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നു. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നു. ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നവയാണ് മഹാരാഷ്ട്ര, ഗോവ, കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദിയു എന്നിവ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് പശു? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ശരി ഉത്തരമാണ് ഓപ്ഷൻ സി നേപ്പാൾ. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നു സിംഹം. ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശിൻ്റെയും ദേശീയ മൃഗമാണ് കടുവ. പാകിസ്ഥാൻ്റെ ദേശീയ മൃഗമാണ് മുതല. സൗദി അറേബ്യയുടെ ദേശീയ മൃഗമാണ് ഒട്ടകം. മലേഷ്യയുടെ ദേശീയ മൃഗമാണ് മലേഷ്യൻ ടൈഗർ. ഇനി അടുത്ത ചോദ്യം, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ? ഓപ്ഷൻ എ ഭരത് ഗോപി, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി മമ്മൂട്ടി, ഓപ്ഷൻ ഡി PJ ആൻ്റണി. ശരി ഉത്തരമാണ് ഓപ്ഷൻ ബി മോഹൻലാൽ. 2023 ഫാൽക്കെ അവാർഡാണ് 2025 രാഷ്ട്രപതി മോഹൻലാലിന് സമ്മാനിച്ചത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 2004 അടൂർ ഈ പുരസ്കാരത്തിന് അർഹനായത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയ മലയാളിയാണ് PJ ആൻ്റണി. നിർമ്മാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1973 മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളിയാണ് മമ്മൂട്ടി. 3 തവണ അദ്ദേഹം ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ല? എ ഇടുക്കി, ബി ആലപ്പുഴ, സി കാസർഗോഡ്, ഡി വയനാട്. ശരി ഉത്തരമാണ് ഓപ്ഷൻ സി കാസർഗോഡ്. 1984 കണ്ണൂർ ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളെ വിഭജിച്ച് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നത്. 1980 കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് രൂപീകരിച്ച പുതിയ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള, മാത്രമല്ല ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ. ഇനി അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി BR അംബേദ്കർ, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരി ഉത്തരമാണ് ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി. മാത്രമല്ല ഏറ്റവും കൂടുതൽ കാലം വിദേശകാര്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയും ജവഹർലാൽ നെഹ്റുവാണ്. 1947 മുതൽ 1964 വരെ അദ്ദേഹം ആ പദവിയിലിരുന്നു. ഇനി അടുത്ത ചോദ്യം, ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയ ആദ്യ ഭാഷ? എ സംസ്കൃതം, ബി മലയാളം, സി ബംഗാളി, ഡി തമിഴ്. ശരി ഉത്തരമാണ് ഓപ്ഷൻ ഡി തമിഴ്. 2004 കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി കൊണ്ടുവരുന്നത്. ആ വർഷം തമിഴിന് ആ പദവി ലഭിച്ചു. ആകെ 11 ഭാഷകൾക്ക് ഇന്ന് ക്ലാസിക്കൽ ഭാഷാ പദവിയുണ്ട്. 2005 സംസ്കൃതത്തിനും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു.
2008 തെലുങ്ക്, കന്നഡ ഭാഷകൾക്ക് ഈ പദവി ലഭിച്ചു. 2013 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്. ബംഗാളിക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത് 2024. ഇനി അടുത്ത ചോദ്യം, ഏത് രാജ്യത്താണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? എ ഇന്ത്യ, ബി ഫിലിപ്പൈൻസ്, സി മലേഷ്യ, ഡി ചൈന. ശരി ഉത്തരമാണ് ഓപ്ഷൻ ബി ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസിലെ ലോസ് ബാനോസിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. 2ാം സ്ഥാനത്ത് ഫിലിപ്പൈൻസ് ആണ്. 3ാം സ്ഥാനത്ത് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് മലേഷ്യ. ഇനി അടുത്ത ചോദ്യം, ISRO സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1972, ഓപ്ഷൻ സി 1973, ഓപ്ഷൻ ഡി 1970. ശരി ഉത്തരമാണ് ഓപ്ഷൻ എ 1969. ബാംഗ്ലൂർ ആസ്ഥാനമായി 1969 ISRO സ്ഥാപിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ അറ്റോമിക് എനർജി വകുപ്പിന് കീഴിലായിരുന്നു ISRO. എന്നാൽ 1972 കേന്ദ്ര സർക്കാർ ബഹിരാകാശ വകുപ്പ് സ്ഥാപിക്കുകയും ISROയെ ആ വകുപ്പിന് കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വിക്രം സാരാഭായി ആയിരുന്നു ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ഇനി അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സോഫിയ? ഓപ്ഷൻ എ കാനഡ, ഓപ്ഷൻ ബി ഓസ്ട്രിയ, ഓപ്ഷൻ സി ബൾഗേറിയ, ഓപ്ഷൻ ഡി ഉഗാണ്ട. ശരി ഉത്തരമാണ് ഓപ്ഷൻ സി ബൾഗേറിയ. ദക്ഷിണ കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ. 2007 മുതൽ ബൾഗേറിയ യൂറോപ്യൻ യൂണിയനിലും അംഗമാണ്. കാനഡയുടെ തലസ്ഥാനമാണ് ഒട്ടാവ. വിയന്നയാണ് ഓസ്ട്രിയയുടെ തലസ്ഥാനം. ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് കംപാല. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഉത്തരം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.